യാതനകൾ അനുഭവിച്ചു. ഒഴിഞ്ഞ മടിശീലയോടെയാണ് പിതാവ് ഈ ലോകം വെടിഞ്ഞത്. പക്ഷേ വൈകാതെ മാതാവിനെ ഔസ് ഗോത്രത്തിലെ പണക്കാരനായ ജുലാസുബിന് സുവൈദ് പുനർവിവാഹം ചെയ്തപ്പോൾ ഉമൈറിന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വന്നു. സ്വന്തം മകനെപ്പോലെ ജുലാസ് അദ്ദേഹത്തെ സ്നേഹിക്കുകയും താലോലിച്ചു വളർത്തുകയും ചെയ്തതിനാൽ പിതാവിന്റെ അഭാവം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. ജുലാസിനോട് അദ്ദേഹത്തിന് സ്നേഹവും ബഹുമാനവുമായിരുന്നു. വലുതാവും തോറും ഉമൈറിൽ തെളിഞ്ഞുകണ്ട തന്റേടവും ബുദ്ധിയും ധീരത, വിശ്വസ്തത, സത്യസന്ധത തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങളും ജുലാസിനെ സംതൃപ്തനാക്കി. ഉമൈർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 10 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നില്ല. സത്യവിശ്വാസവും ഇസ്ലാമികാദർശങ്ങളും ആ ബാല്യഹൃദയത്തിൽ തഴച്ചു വളർന്നു. ചെറുപ്പമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാൻ കൃത്യമായി അദ്ദേഹം പള്ളിയിലെത്താറുണ്ട്. ചിലപ്പോൾ തനിച്ച്, ചിലപ്പോൾ വളർത്തുപിതാവിന്റെ കൂടെ. ആ കാഴ്ച മാതാവ് കൗതുകത്തോടെ നോക്കി നിൽക്കും. ശാന്തവും സുഖകരവുമായിരുന്നു ഉമൈർ ബിൻ സഅദിന്റെ ജീവിതം. അല്ലലോ അലട്ടോ ഉണ്ടായിരുന്നില്ല. ആ ഇടക്കാണ് ഒരു കടുത്ത പരീക്ഷണത്തിന് അദ്ദേഹം പാത്രമായത്. ആ പ്രായത്തിൽ ഇത്തരം ഒരു പരീക്ഷണം ആരും അഭിമുഖീകരിച്ചു കാണില്ല. ഹിജ്റ 9-ാം വർഷം റോമക്കാരുമായി തബൂക്കിൽ ഏറ്റുമുട്ടാനുള്ള തന്റെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയും അതിന് തയ്യാറാവാൻ മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിന് തീരുമാനിച്ചാൽ പോകേണ്ട സ്ഥലം സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്താറില്ല. മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണെന്ന സൂചനയാണ് നൽകാറുള്ളത്. എന്നാൽ പതിവിന് വിരുദ്ധമായി തബൂക്ക് യുദ്ധത്തിൽ ലക്ഷ്യസ്ഥാനം മുൻകൂട്ടി പരസ്യപ്പെടുത്തി. ദീർഘയാത്രയും കഷ്ടപ്പാടുകളും അനിവാര്യമായിരുന്നതും ശത്രുക്കൾ പ്രബലരായിരുന്നതുമായിരുന്നു ഇതിനു കാരണം. ലക്ഷ്യം മുൻകൂട്ടി അണിഞ്ഞ് യുക്തമായ സജ്ജീകരണങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതി. ഉഷ്ണകാലം ആരംഭിച്ച സമയമായിരുന്നു ഇത്. കായ്ക്കനികൾ പഴുത്തു നിൽക്കുന്ന കാലം. ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇക്കാലത്ത് ആളുകൾ തണലുകളെ അഭയം പ്രാപിക്കുക പതിവാണ്. എങ്ങും മാന്യവും അലസതയും കാണാം. എന്നാൽ ഈ പ്രതികൂലാവസ്ഥ വകവെക്കാതെ പ്രവാചകന്റെ കൽപ്പന മാനിച്ച് മുസ്ലിങ്ങൾ യുദ്ധസന്നാഹങ്ങളിൽ മുഴുകി. ഒരു വിഭാഗം കപടവിശ്വാസികൾ മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നത്. മുസ്ലിങ്ങളുടെ ആത്മവീര്യം കെടുത്തുന്ന പ്രചാരണങ്ങളിൽ അവർ ഏർപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും രഹസ്യ യോഗങ്ങൾ ചേർന്ന് ഇസ്ലാമിനു നിരക്കാത്ത രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. യുദ്ധസന്നാഹങ്ങളിൽ മുസ്ലിങ്ങൾ കാണിക്കുന്ന ആവേശവും ത്യാഗസന്നദ്ധതയും ഉമൈർ ബിൻ സഅദിനെ കോരിത്തെൽപ്പിച്ചു. മുഹാജിറുകളിലും അൻസാരികളിലും പെട്ട സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വിനിയോഗിക്കാൻ തങ്ങളുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്യുന്നത് ആ ബാലൻ കണ്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണനാണ്യങ്ങളുള്ള ഒരു സഞ്ചിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആകട്ടെ 200 ഊഖിയ, ഒരു റാത്തലിന്റെ 12ൽ ഒരു ഭാഗമാണ് ഊഖിയ. അങ്ങനത്തെ 200 ഊഖിയ തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടികൾ ചുമലിലേറ്റിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ചൊരിഞ്ഞു. ഒരാൾ തന്റെ ശയ്യ വിൽപ്പനക്ക് വെച്ചതും ഉമൈർ റളിയല്ലാഹു അൻഹു കണ്ടു. അത് വിറ്റുകിട്ടുന്ന സംഖ്യ കൊണ്ട് ഒരു വാള് വാങ്ങി പുണ്യ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആ സ്വഹാബിയുടെ മോഹം. വികാര തരളിതമായ ഈ രംഗങ്ങൾ അയവിറക്കിയ ഉമൈർ തന്റെ വളർത്തുപിതാവായ ജുലാസിന്റെ അലംഭാവത്തിൽ വിസ്മയം പൂണ്ടു. കഴിവും സാമ്പത്തിക ശേഷിയുമുള്ള അയാൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടാൻ സന്നാഹം ചെയ്യുന്നില്ല? ജുലാസിനെ പ്രേരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ താൻ കണ്ട ആവേശകരങ്ങളായ കാഴ്ചകൾ അദ്ദേഹം അയാളെ വിവരിച്ചു കേൾപ്പിച്ചു. തങ്ങളെ സൈന്യത്തിൽ ചേർക്കണമെന്ന് ചിലർ വന്ന് നബിയോട് ആവശ്യപ്പെട്ടതും അവരുടെ പക്കൽ യാത്രാ വാഹനങ്ങളില്ലെന്ന് നിറവേറ്റാൻ സാമ്പത്തിക ശേഷി ഉണ്ടായില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് തുളുമ്പുന്ന കണ്ണുകളോടെ സ്ഥലം വിട്ടതുമായ രംഗങ്ങളും അദ്ദേഹം ജുലാസിന് വിവരിച്ചു കൊടുത്തു. ഇതെല്ലാം നിർവികാരനായി കേട്ടുകൊണ്ടിരുന്ന ജുലാസ് പറഞ്ഞ മറുപടി ഉമൈറിനെ സ്തബ്ധനാക്കി. പ്രവാചകനാണെന്ന മുഹമ്മദിന്റെ വാദം ശരിയാണെങ്കിൽ നമ്മളൊക്കെ കഴുതകളെക്കാൾ മോശക്കാരാണ്. ഉമൈറിന് അത്ഭുതം തോന്നി. ജുലാസിനെ പോലെ ബുദ്ധിയും പ്രായവുമുള്ള ഒരാൾ ഇസ്ലാമിൽ നിന്ന് തൽക്ഷണം പുറത്തുപോകുന്ന ഇത്തരം അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലാത്തതാണ്. താൻ എന്ത് നിലപാട് സ്വീകരിക്കണം? ഉമൈറിന്റെ ബാലമസ്തിഷ്കം പ്രവർത്തിച്ചു തുടങ്ങി. ജുലാസിന്റെ ഗുരുതരമായ അഭിപ്രായ പ്രകടനം മൂടിവെക്കുന്നത് അള്ളാഹുവിനോടും പ്രവാചകനോടും കാണിക്കുന്ന വഞ്ചനയായിരിക്കും. കപടവിശ്വാസികൾ ഇസ്ലാമിനെതിരിൽ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പരസ്യമാക്കിയാൽ തന്നെ പിതാവിന് തുല്യം ഓമനിച്ചു വളർത്തുന്ന വ്യക്തിയോട് കാണിക്കുന്ന നന്ദികേടും
പക്ഷേ രണ്ടിലൊരു നിലപാട് സ്വീകരിക്കാതെ തരമില്ലല്ലോ. അദ്ദേഹം ജുലാസിനോട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഞാൻ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. അങ്ങ് ചെയ്ത സഹായങ്ങൾ ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. അങ്ങ് പ്രകടിപ്പിച്ച ഈ അഭിപ്രായം ഞാൻ പുറത്തു പറഞ്ഞാൽ അങ്ങക്കെന്നോട് വിരോധമാവും. പറയാതിരുന്നാൽ അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള വിശ്വാസവഞ്ചനയും അതുവഴി ഞാനും എന്റെ മതവിശ്വാസവും തകരും. അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയേണ്ട സമാധാനം അങ്ങ് കണ്ടുവെക്കുക. ഉമൈർ പള്ളിയിൽ ചെന്ന് ജുലാസ് പറഞ്ഞ വാക്കുകൾ അതേപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമൈറിനെ അവിടെ തന്നെ നിർത്തി ജുലാസിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടു. അല്പം കഴിഞ്ഞ് അയാൾ എത്തി. സലാം ചൊല്ലി തിരുമുമ്പിൽ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിച്ചു, ഉമൈർ ഇബ്നു സഅദ് കേൾക്കെ താങ്കൾ പറഞ്ഞതെന്താണ്? ആ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കേൾപ്പിച്ചു. ജുലാസിന്റെ മറുപടി, അള്ളാഹുവിന്റെ ദൂതരെ, അവൻ പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ അത്തരത്തിൽ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. സ്വഹാബികൾ മുഖം വായിക്കുന്ന മട്ടിൽ ജുലാസിനെയും ഉമൈറിനെയും മാറി മാറി നോക്കി പരസ്പരം കുശുകുശുത്തുകൊണ്ടിരുന്നു. ഈ സമയം ഹൃദയത്തിൽ കാപട്യമുള്ള ഒരാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഉപകാരം ചെയ്തവനെ ഉപഗ്രഹിക്കുന്ന ദ്രോഹിയായ ബാലൻ. മറ്റുള്ളവർ ഇതിനോട് യോജിച്ചില്ല. ദൈവാനുസരണത്തിൽ വളർന്ന കുട്ടിയാണവൻ. അവന്റെ മുഖം സത്യസന്ധതയും നിഷ്കളങ്കതയും വിളിച്ചോതുന്നുണ്ട് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമൈറിനെ നോക്കി. ആ മുഖം ചുവന്നിരുന്നു, കണ്ണീർ ചാലിട്ടൊഴുകുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ സത്യാവസ്ഥയ്ക്കൊരു തെളിവ് നിന്റെ പ്രവാചകൻ ഇറക്കിയാലും. ആ ബാലൻ ഗദ്ഗദത്തോടെ പ്രാർത്ഥിച്ചു. ഇത് കേട്ട് ജുലാസ് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ അങ്ങയോട് പറഞ്ഞതാണ് ശരി. വേണമെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ സത്യം ചെയ്യാം. ഞാനിതാ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു, ഉമൈർ അങ്ങയോട് ബോധിപ്പിച്ച രീതിയിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ജുലാസ് പേടിച്ച് വിളർത്തു. അടുത്തത് ഉമൈറിന്റെ ഊഴമായിരുന്നു. എല്ലാ ദൃഷ്ടികളും അദ്ദേഹത്തിന്റെ നേർക്ക് തിരിയാൻ തുടങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മയക്കം അനുഭവപ്പെട്ടു. വഹ്യ് വരുന്നതിന്റെ ലക്ഷണമാണ് അതെന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ നിശബ്ദരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നോക്കി ചെവി കൂർപ്പിച്ചിരുന്നു. ജുലാസ് പേടിച്ചു വിളർത്തു. ഉമൈറിൽ ആശ്വാസവും അഭിവാജ്ഞയും പ്രകടമായി. നിമിഷങ്ങൾക്കകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയക്കമുണർന്ന് താഴെ വിവരിക്കുന്ന അർത്ഥത്തിലുള്ള ഖുർആൻ വചനം ഓതി കേൾപ്പിച്ചു. തങ്ങൾ പറഞ്ഞില്ലെന്ന് അവർ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. അവിശ്വാസത്തിന്റെ വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവിശ്വസിച്ചു. പശ്ചാത്തപിച്ചാൽ അവർക്ക് നല്ലത്. അവർ വൈമുഖ്യം കാണിച്ചാൽ അള്ളാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഈ ദൈവവചനം കേട്ട് ജുലാസ് വിറച്ചു. ഭയാധിക്യത്താൽ കുറെ നേരത്തേക്ക് അവന് നാവനക്കാൻ കഴിഞ്ഞില്ല. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അദ്ദേഹം അറിയിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ പശ്ചാത്തപിക്കുന്നു. ഉമൈർ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് കളവ് പറഞ്ഞത്. എന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും എന്റെ ജീവൻ ഞാൻ അങ്ങേക്ക് തരാം. ഈ സമയം ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടിരുന്ന ഉമൈർ ബിൻ സഅദിന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ ചെവി സ്നേഹപൂർവ്വം പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, കുട്ടി, നിന്റെ കാത് അതിന്റെ ധർമ്മം നിറവേറ്റി. നിന്റെ റബ്ബ് നിന്നെ ശരിവെച്ചു. ഈ സംഭവത്തിനു ശേഷം മനപരിവർത്തനം വന്ന ജുലാസ് ഇസ്ലാമിലേക്ക് തിരിച്ചുവന്ന് യഥാർത്ഥ അനുയായിയായി ജീവിച്ചു. ഉമൈറിനെ പൂർവോപരി അദ്ദേഹം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. ഉമൈറിനെ പരാമർശിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അള്ളാഹു അവന് പ്രതിഫലം നൽകട്ടെ. എന്നെ കുഫറിൽ നിന്ന് രക്ഷിച്ചതും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതും അവനാണ്. ബാലനായ ഉമൈർ ബിൻ സഅദിന്റെ കഥയാണ് ഇതുവരെ പറഞ്ഞത്. യുവാവായ ഉമൈറിന്റെ ത്യാഗസുരഭിലമായ കഥ കൂടി കേൾക്കുക. ഹിംസിലേക്ക് സുസമ്മതനും വിമർശനാതീതനുമായ ഒരു വ്യക്തിയെ ഗവർണറായി നിയോഗിക്കാൻ ഖലീഫ ഉമർ തീരുമാനിച്ചു. സിറിയയുടെ മധ്യഭാഗത്ത് ദമാസ്കസിന്റെയും അലപ്പോയുടെയും ഇടയിലുള്ള ഒരു പട്ടണമാണ് ഹിംസ്. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് റളിയല്ലാഹു അൻഹു. ഗവർണർമാരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പരാതികളും നിവേദനങ്ങളുമായി നടക്കൽ ഇന്നാട്ടുകാരുടെ സ്ഥിരം തൊഴിലാണ്. അവർ കുറ്റം കണ്ടെത്താത്ത ഗവർണർമാർ ചുരുങ്ങും. ഒരു ഗവർണറും അവിടെ അധികകാലം വാഴാറില്ല. ഒന്നുകിൽ കേന്ദ്രം മടക്കി വിളിക്കും, അല്ലെങ്കിൽ മടുത്ത് രാജിവെച്ചൊഴിയും. അതിനാൽ കുറ്റമറ്റ ഒരു ഗവർണറെ നിയോഗിക്കണമെന്ന് ഖലീഫക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദീർഘമായ ആലോചനകൾക്ക് ശേഷം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത് ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ നിയമനം നടക്കുമ്പോൾ ഉമൈർ കോട്ടകളും നഗരങ്ങളും പിടിച്ചെടുത്ത് സിറിയയിൽ പടയോട്ടം നടത്തുകയായിരുന്നു. എന്നിട്ടും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തലസ്ഥാനത്ത് വരുത്തി ഗവർണർ പദവി നൽകി ഹിംസിലേക്ക് അയച്ചു.
മനമില്ലാ മനസ്സോടെയാണ് ഉമൈർ അത് ഏറ്റെടുത്തത്. കാരണം ദൈവമാർഗത്തിലുള്ള പുണ്യയുദ്ധത്തിലായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം. ഹിംസിലെത്തിയ ഉമൈർ ബഹുജനങ്ങളെ പള്ളിയിൽ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചു. ജനങ്ങളെ, ഇസ്ലാം ഒരു ശക്തി ദുർഗവും അഭേദ്യ കവാടവുമാണ്. നീതി ഇസ്ലാമിന്റെ ദുർഗവും സത്യം അതിന്റെ കവാടവുമത്രേ. ദുർഗം തകർക്കപ്പെടുകയും കവാടം ഭേദിക്കപ്പെടുകയും ചെയ്താൽ ഈ ദീനിന്റെ പവിത്രത നശിച്ചത് തന്നെ. സുശക്തമായ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാം ഭദ്രമായി തന്നെ നിലനിൽക്കും. ഭരണത്തിന്റെ ശക്തി ചാട്ടവാറുകൊണ്ട് അടിക്കലോ വാളുകൊണ്ട് വെട്ടലോ അല്ല, നീതി കൊണ്ട് വിധിക്കലും സത്യത്തെ അംഗീകരിക്കലുമാണ്. നീണ്ട ഒരു വർഷം അദ്ദേഹം ഹിംസിൽ താമസിച്ച് തന്റെ ഈ നയപ്രഖ്യാപനം നിശബ്ദമായും കർമ്മനിരതമായും പ്രാവർത്തികമാക്കാൻ യത്നിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ടോ നികുതി വിഹിതമോ അയക്കുകയുണ്ടായില്ല. ഇത് സ്വാഭാവികമായും ഖലീഫ ഉമറിൽ സംശയങ്ങളും ആശങ്കകളും ഉയർത്തി. ഗവർണർമാർ ഭൗതിക സുഖങ്ങളിൽ വ്യാപൃതരാവുന്ന കാര്യത്തിൽ ഉത്കണ്ഠാകുലനായിരുന്നു ഖലീഫ. പ്രവാചകനൊഴിച്ച് മറ്റാർക്കും തെറ്റ് സംഭവിച്ചുകൂടായികയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്മൂലം പിരിഞ്ഞു കിട്ടിയിടത്തോളം നികുതിയുമായി ഉടനെ തലസ്ഥാനത്തേക്ക് പുറപ്പെടണമെന്ന് കാണിച്ച് ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന് കത്തയക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗുമസ്തനോട് കൽപ്പിച്ചു. കത്ത് കിട്ടേണ്ട താമസം. അദ്ദേഹം ആഹാരസഞ്ചിയും ഭക്ഷണത്തളികയും വുളൂഇനുള്ള വെള്ളമെടുക്കുന്ന പാത്രവും തോളിലേറ്റി ദേഹരക്ഷയ്ക്കുള്ള ആയുധം കയ്യിലേന്തി കാൽനടയായി മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലെത്തുമ്പോൾ അദ്ദേഹം ക്ഷീണിച്ച് വിളറിയിരുന്നു. യാത്രാ ദുരിതങ്ങൾ അദ്ദേഹത്തെ ജീവച്ഛമാക്കി. ആ ദയനീയാവസ്ഥ കണ്ട് അമ്പരെന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമൈർ, താങ്കൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്കൊന്നുമില്ല. ഞാൻ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ്. ദുനിയാവ് മുഴുവൻ കെട്ടിവലിച്ചാണ് ഞാൻ വന്നത്. എന്തൊക്കെയാണ് താങ്കൾ കൊണ്ടുവന്നത്? അദ്ദേഹം പൊതുഖജനാവിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടെന്നായിരുന്നു ഖലീഫയുടെ ധാരണ. എന്റെ ഭക്ഷണസഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്, ഉമൈർ അറിയിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന തളികയും വുളൂഇനും കുടിക്കാനും വെള്ളമെടുക്കുന്ന പാത്രവുമുണ്ട്. താങ്കൾ നടന്നാണോ വന്നത്? അതെ അമീറുൽ മുഅ്മിനീൻ. ഗവർണറായിട്ട് പോലും താങ്കൾക്ക് യാത്ര ചെയ്യാൻ ഒരു മൃഗത്തെ കിട്ടിയില്ലേ? അവർ തന്നില്ല, ഞാൻ ആവശ്യപ്പെട്ടുമില്ല. ബൈത്തുൽ മാലിലേക്ക് താങ്കൾ കൊണ്ടുവന്നത് എവിടെ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞാൻ ഹിംസിൽ ചെന്ന ഉടനെ അവിടുത്തെ നല്ല വ്യക്തികളെ വിളിച്ച് നികുതി പിരിക്കാൻ ഏൽപ്പിച്ചു. അവർ പിരിച്ചു കൊണ്ടുവന്ന നികുതി അവരുമായി കൂടിയാലോചിച്ചു ഞാൻ ന്യായമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗുമസ്തനോട് ഉമൈറിന്റെ ഔദ്യോഗിക കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവെഴുതാൻ നിർദ്ദേശിച്ചു. അത് കേട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കണം. ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങക്കോ അങ്ങയുടെ പിൻഗാമികൾക്കോ വേണ്ടി ഞാൻ മേലിൽ ഗവർണറാകുകയില്ല. അനന്തരം മദീനയ്ക്ക് വെളിയിലുള്ള ഒരു ഗ്രാമത്തിൽ കുടുംബസമേതം താമസിക്കാൻ അദ്ദേഹം അനുമതി ചോദിക്കുകയും ഖലീഫ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഗ്രാമത്തിൽ താമസമാക്കിയ ഉമൈറിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ഖലീഫ ഉറച്ചു. ഇതിനായി തന്റെ ഒരു വിശ്വസ്ത ഉദ്യോഗസ്ഥനായ ഹാരിസിനോട് അദ്ദേഹം ഇவ்விதം ആജ്ഞാപിച്ചു, താങ്കൾ ഉമൈർ ബിൻ സഅദിന്റെ അടുക്കൽ അതിഥിയായി കൂടണം. അദ്ദേഹത്തിൽ ഐശ്വര്യത്തിന്റെ ലക്ഷണം കണ്ടാൽ ഉടനെ തിരിച്ചു വരിക. പ്രാരാബ്ധമാണെങ്കിൽ ഈ പണം അദ്ദേഹത്തിന് കൊടുക്കണം. 100 ദീനാറിന്റെ ഒരു കിഴി ഖലീഫ അയാളെ ഏൽപ്പിച്ചു. ഹാരിസ് ഗ്രാമത്തിൽ ചെന്ന് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ കയറി സലാം ചൊല്ലി. സലാം മടക്കിയ ശേഷം ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ എവിടെ നിന്ന് വരുന്നു? മദീനയിൽ നിന്ന്. മുസ്ലിങ്ങൾ എങ്ങനെയിരിക്കുന്നു? സുഖം. അമീറുൽ മുഅ്മിനീന്റെ വിവരം എന്തുണ്ട്? ആരോഗ്യവാനും സാത്വികനുമായി കഴിയുന്നു. അദ്ദേഹം നീതി നടത്തുന്നില്ലേ? ഉവ്വ്. ഒരു ഹീനകൃത്യം ചെയ്തതിന് അദ്ദേഹം തന്റെ ഒരു മകനെ അടിക്കുകയും തന്മൂലം അവൻ മരണപ്പെടുകയും ചെയ്തു. ഉമൈർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഉമറിനെ സഹായിച്ചാലും. നിന്നെ അത്യധികം സ്നേഹിക്കുന്നവനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അതിഥിയായി 3 രാത്രി ഹാരിസ് താമസിച്ചു. ഓരോ രാത്രിയും ഓരോ ചപ്പാത്തി ഉമൈർ വിരുന്ന് സൽക്കരിച്ചു. 3-ാം ദിവസം ഒരു അയൽവാസി ഹാരിസിനോട് പറഞ്ഞു, താങ്കൾ ഉമൈറിനെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടാക്കി. ആകെ ഒരു ചപ്പാത്തിയാണ് അവരുടെ ഒരു ദിവസത്തെ ആഹാരം. അത് അവർ താങ്കൾക്ക് തന്നു. അവർ വിശന്ന് അവശരായിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ എന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് നന്നായിരിക്കും. ഈ സമയം ഹാരിസ് ഒരു പണക്കിഴിയെടുത്ത് ഉമൈർ റളിയല്ലാഹു അൻഹുവിന് നീട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണിത്? ഇത് അമീറുൽ മുഅ്മിനീൻ താങ്കൾക്ക് തരാൻ ഏൽപ്പിച്ചതാണ്. ഇത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് എന്റെ സലാം പറയണം. ഉമൈറിന് ഇത് ആവശ്യമില്ലെന്നും പറയുക. ഈ സംഭാഷണം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഉമൈറിന്റെ പത്നി വിളിച്ചു പറഞ്ഞു, യാ ഉമൈർ, അത് സ്വീകരിക്കുക. താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ധർമ്മം ചെയ്യാം. ആവശ്യക്കാർ ഇവിടെ ധാരാളമുണ്ട്.
ഇത് കേട്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു പണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് സ്ഥലം വിട്ടു. അദ്ദേഹം അതെടുത്ത് ചെറിയ കിഴികളാക്കി കെട്ടി. അഗതികൾക്കും വിശിഷ്യ രക്തസാക്ഷികളുടെ സന്തതികൾക്കും അത് വീതിച്ചു കൊടുത്ത ശേഷമേ അദ്ദേഹം അന്ന് ഉറങ്ങിയുള്ളൂ. ഹാരിസ് റളിയല്ലാഹു അൻഹു മദീനയിൽ മടങ്ങിച്ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുണ്ട് വിവരം? കടുത്ത പ്രാരാബ്ധം തന്നെ. പണം അദ്ദേഹത്തിന് കൊടുത്തില്ലേ? കൊടുത്തു. അത് അദ്ദേഹം എന്തു ചെയ്തു? അറിയില്ല. അതിൽ നിന്ന് ഒരു ദിർഹം പോലും സ്വന്തമായി അനുഭവിക്കാൻ അദ്ദേഹം ബാക്കിയാക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. തത്സമയം ഉടനെ തന്നെ വന്നു കാണണമെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് എഴുതി. മദീനയിൽ ചെന്ന അദ്ദേഹത്തെ ഖലീഫ അടുത്തിരുത്തി ചോദിച്ചു, ഉമൈർ, ഞാൻ താങ്കൾക്ക് കൊടുത്തയച്ച പണം താങ്കൾ എന്തു ചെയ്തു? അങ്ങത് എനിക്ക് തന്നതാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇനി അങ്ങക്ക് അവകാശമില്ല. താങ്കൾ അത് എന്ത് കാട്ടിയെന്ന് പറഞ്ഞേ തീരൂ. സ്വത്തും സന്താനങ്ങളും പ്രയോജനപ്പെടാത്ത ദിവസം ഉപയോഗപ്പെടുത്താൻ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കേട്ട് നിറകണ്ണുകളോടെ ഉമർ പറഞ്ഞു, സ്വന്തം ആവശ്യത്തെ അവഗണിച്ച് അന്യർക്ക് ധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളും 2 തുണിയും ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ ഖലീഫ ഉത്തരവിട്ടു. അപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ വരുമ്പോൾ വീട്ടിൽ 2 ചാക്ക് ഗോതമ്പുണ്ട്. അത് തിന്നു തീരുമ്പോഴേക്ക് അള്ളാഹു ഞങ്ങൾക്ക് വേറെ ഭക്ഷണം തരും. 2 തുണി ഞാൻ എടുക്കാം. ഭാര്യക്ക് ഉടുക്കാൻ വസ്ത്രമില്ല, ഉള്ളത് ദ്രവിച്ചിരിക്കുന്നു. അമീറുൽ മുഅ്മിനീനുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അധികകാലം കഴിഞ്ഞില്ല ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. പരലോകയാത്രയിൽ ദുനിയാവിന്റെ ഭാരം അദ്ദേഹത്തിന്റെ ചുമലുകളെ ഞെരുക്കിയില്ല. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. മരണവാർത്തയറിഞ്ഞപ്പോൾ ദുഃഖപരവശനായി തീർന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചു, മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്നെ സഹായിക്കാൻ ഉമൈർ ബിൻ സഅദിനെ പോലെയുള്ള ഏതാനും വ്യക്തികളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചരിത്രം ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നമ്മയും അവന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മഹാനായ ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എത്രത്തോളം ത്യാഗസുരഭിലവും സത്യസന്ധവുമായിരുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഈ ഒരു ചെറു വിവരണത്തിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നത്. ദുനിയാവിനെ ഒട്ടും മോഹിക്കാതെ, തന്റെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് ജീവിച്ച നിസ്വാർത്ഥനായ മഹാനായ സ്വഹാബിവര്യനായിരുന്നു ചരിത്രങ്ങളിൽ കൂടുതൽ അറിയപ്പെടാത്ത ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ ആയിരക്കണക്കിന് മാതൃകകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ അരുൾ ചെയ്തത്, എന്റെ അസ്ഹാബി കന്നുജു, എന്റെ അനുചരന്മാർ അവർ നക്ഷത്ര തുല്യരാണ്. ഇസ്ലാം മനുഷ്യരെ എത്രത്തോളം മാറ്റത്തിന് വിധേയമാക്കുന്നു എന്നും അവർ എത്രത്തോളം ഉത്കൃഷ്ടരും സ്വഭാവികളും സത്യസന്ധരുമായി മാറുന്നു എന്നുള്ളതും സ്വഹാബിമാരുടെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. നമ്മുടെ ജീവിതവുമായി അവരുടെ ജീവിതം താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾ എത്രത്തോളം വിശ്വാസികളാണ്, നമ്മൾ എത്രത്തോളം ഇസ്ലാം ഉൾക്കൊണ്ടവരാണ്, നമ്മൾ എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ കൂടുതൽ നല്ല നിലയിലേക്ക് സംസ്കരിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ഈ ചരിത്രങ്ങളുടെ പഠനം നമ്മെ സഹായിക്കുമാറാവട്ടെ. നാം ഈ വായിച്ചതും നിങ്ങൾ കേട്ടതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ, അള്ളാഹുവിന്റെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ചരിത്ര പഠനം സഹായിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്.